പിന്നെ നമ്മളെ ബഷീർ കട മതിൽ അത് പിടിക്കണം നമുക്ക്. അതിന്ന് സംസാരിക്കണം. അത് അൻസാർ സംസാരിക്കണം. ഇതിന്റെ മാമാരെ ഫ്രണ്ടാണല്ലോ. പിന്നെ നമ്മളെ ടീച്ചർ ശശികല ടീച്ചറിന്റെ മതിൽ അതിലും നമുക്ക് എഴുതാനായിട്ട് നേരത്തെ പോയി സംസാരിക്കണം. അത് മുത്തുലക്ഷ്മിയുടെ സുഹൃത്താണ് സംസാരിച്ചത്. പിന്നെ നമുക്ക് പരമാവധി ഏതൊക്കെ ചുവര് നമുക്ക് കിട്ടും ആ എല്ലാ ചുവരുകളും തന്നെ നോക്കണം, കണ്ടുപിടിക്കണം. ആ നമസ്കാരം സാറേ. ഓ അതെന്താ അങ്ങനെ? നമ്മള് ഇന്നലെ സംസാരിച്ചല്ലേ? അല്ല അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാതെ. അതെയോ സാർ? ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഓ ഇന്നലെ രാത്രി നമ്മൾ പോയി സംസാരിച്ചില്ലേ മറ്റേ രാധാകൃഷ്ണൻ സാറിന്റെ? ഇന്നലെ അയാൾ ആ ചോര് നമുക്ക് എഴുതാൻ തരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ അത് തരാൻ പറ്റില്ല, അയാൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ രാത്രി കൂടി നമ്മൾ സംസാരിച്ചല്ലേ? ആ ഒന്ന് ഉറങ്ങി നേരം വെളുത്തതിനകത്ത് അയാളെ മനസ്സ് മാറിയാ. എന്ത് മറിയോ ഇത്? മനസ്സ് മാറ്റം ഇതേ എല്ലാ കാര്യത്തിനും തടസ്സമാണെന്നുള്ളതാണ്. ഒരു ഇലക്ഷൻ ഇതുപോലെ എങ്ങനെ നേരിട്ടില്ല. അത് ആ മറ്റേ സമ്മേളനം നടത്താൻ വേണ്ടി നമ്മൾ ടൗൺ ഹാൾ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ അതും പ്രശ്നം. അത് എടുക്കത് ഫോൺ അടിക്കണത്. ഹലോ ആ ബാബുക്കുട്ട പറ. ആ അത് ശരി. ഞങ്ങൾ പാർട്ടി ഓഫീസിലുണ്ട്. ഓ ശരി ശരി. അല്ലയാ രാധാകൃഷ്ണൻ സാർ മതിൽ ആർക്ക് കൊടുത്തെന്നറിയാമോ? അമ്പിളിക്കുട്ടന് കൊടുത്ത്. അതാരാ ഇടപെട്ടെന്നറിയാമോ? നിന്റെ അളിയൻ കനകൻ. എടേ അവന്റെ ഓഫീസിൽ ഇല്ലേ, അയാളുടെ ബന്ധുവിന്റെ മതിലാണത്. അളിയാ ഇതിങ്ങനെ വിട്ടാ പറ്റൂല്ലേ? ഇത് അപ്പൊ എല്ലാ ഭാഗത്തും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ അതല്ലേ പല പരിപാടിയും ഇത് നമ്മളിവിടെ പ്ലാൻ ചെയ്യും, അത് അവരറിയും. ഇത് ഇന്നലെ ഞാൻ എപ്പോഴെങ്കിലും ഫോണിൽ എന്തെങ്കിലും സംസാരിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതെ ഇത് വലിയ ദോഷമുണ്ട്. ഇവനുണ്ടല്ലോ അമ്പിളിക്കുട്ടൻ എൻ്റെ അളിയന് സോപ്പിട്ട് നിർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSEBയിൽ കുറേ വോട്ടുണ്ട്. അളിയൻ പറയണവരൊക്കെ ഈ KSEBയിലുള്ളവന്മാരെല്ലാവരും അവൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. കുറേ വോട്ടം കൊണ്ട് മറിയുവേ. അതുകൊണ്ട് അളിയനെ സോപ്പിട്ട് നിർത്തിക്കുകയാണ്. ദോഷമാണല്ലോ ഇത്. അതെ എൻ്റെ അളിയനെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല. വേറെ പലരും ആയിരുന്നു ഈ കൈയും കാലം ഞാൻ അടിച്ചുപിടിച്ചിട്ട് പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തത്. ഇതിപ്പം അളിയനായിപ്പോയില്ലേ? അവൻ്റെ മനസ്സിനൊന്ന് മാറ്റണം. അതിന് എന്ത് നാറിയ കളി വേണേലും കളിക്കുക അളിയാ. നിങ്ങൾ ആരെങ്കിലും അവനൊന്ന് സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും അവനെ നമ്മളെ കൂടെ നിർത്തണം. നമുക്ക് ഗുണം ചെയ്യും. വീട്ടിലെ വോട്ട്, അവൻ്റെ ഓഫീസിലെ വോട്ട്, കുറേ വോട്ടുകളുണ്ട്. അതൊക്കെ പ്രശ്നമാണ്. എന്താ വഴിയെന്ന് പറയളിയാ? അളിയാ ചെറിയൊരു ഐഡിയ ഉണ്ട്. നീ ഇങ്ങോട്ട് നോക്ക്. അളിയാ എനിക്ക് മറ്റേ മാമ എനിക്ക് വസ്തു എഴുതി തരൂല എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് എങ്ങനെ എഴുതി തന്നത് അറിയാമോ? അളിയാ മറ്റേ മുസ്ലിയാരില്ലേ, നമ്മുടെ മറ്റേ ചൂരൽ മുസ്ലിയാരില്ലേ, മറ്റേ ജിന്നിനെയൊക്കെ അടിച്ച് ഓടിക്കുന്ന മുസ്ലിയാർ. ഞാൻ അയാളെ പോയെന്ന് കണ്ട് അയാളൊരു സാധനം ഒരു ചെറിയ തകിടി ചെയ്തിങ്ങ് തരും. കൊണ്ടുവന്നോട്ട് വെച്ചു കൊടുത്ത് മാമ 3 പ്രാവശ്യം മറികടന്ന് പിറ്റേ ദിവസം എനിക്ക് വസ്തു എഴുതി തന്നു. അല്ലെ ഇതുപോലൊരു ചെറിയ പണിയും ചെയ്യാൻ പറ്റും. അതൊക്കെ നടപ്പള, അതൊക്കെ അന്ധവിശ്വാസമാണ്. അതൊന്നും നടക്കൂല. നീ ചുമ്മാ. എന്റെ ആളിയാ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഞാൻ വരെ പോയി ചെയ്തില്ലേ? എനിക്ക് ഇതിനകത്ത് വല്ല വിശ്വാസം ഉണ്ടായിട്ടാണ്? എനിക്കതിലും വിശ്വാസമൊന്നുമില്ല. പക്ഷെ അത് അല്ലെ ചെയ്തു നോക്കാവുന്ന ഇത് കൊണ്ട് വെച്ചിട്ട് മറികടന്ന ഉറപ്പാണെന്ന്. അതൊക്കെ എങ്ങനെയാടേ? എന്റെ കാര്യത്തിൽ അനുഭവം കിടക്കൂല്ലേ? നീ കണ്ടതല്ലേ അത്? പിന്നെ എന്തുവാണ് നീ? അത് ശരിയാ, നോക്കല്ലേ. ഈ മുസ്ലിയാർക്ക് പൈസ ഒന്നും ചിലവാകുമോ? 1000-1500 രൂപ. ഓ അതിപ്പോൾ എവിടെന്നേലും മറിക്കാം. എന്നാ പിന്നെ വാ.
ഇറങ്ങുന്നേ. ആ നല്ല ഇതിപ്പാണല്ലേ. എന്തല്ലേ നീ വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ചെരുപ്പ് എന്ത്? എന്തല്ലേ? വാ, ഇറങ്ങി വാ. ആ ഒന്നുമില്ലളിയാ, ഞാൻ വേറൊന്നുമില്ല. പിന്നെ ഒന്നുമില്ലളിയാ, ഒരു 500 രൂപയുടെ ചില്ലറ എടുത്തോണ്ടാണ്. 500 രൂപ എന്റെ എവിടെ ചില്ലറ? നിന്റെ ഇല്ലാത്ത ചില്ലറ നീ കളിക്കല്ലേ, മേശയ്ക്കത് ഇഷ്ടംപോലെ ചില്ലറ ഉണ്ട്, നീ എടുത്തോണ്ടാണ്. ഇല്ലെന്ന് എനിക്കറിയാം, നിന്റെ ഉണ്ട്, നീ നോക്ക്, നിന്റെ ചില്ലറ കാണാൻ പോയി എടുത്തിട്ട് വാ. ചുമ്മാ മെനക്കെടുത്താനായിട്ട്. 500 രൂപ ചില്ലറ ഉണ്ടോ? നീ അവിടെ ബുക്കിനകത്ത് നോക്കണേ. ഒരു പ്രാവശ്യം ഷെൽഫിനകത്തില്ലേ അവിടെ? അല്ല, ആ തുണിയുടെ ഇടയിലുണ്ടോ നോക്ക്. അളിയ, ഇന്ന് പത്രം വന്നില്ലേ അളിയ? വന്നായിരുന്നു. പത്രം വന്നോ? പത്രം എടുത്തോണ്ടെന്നാണ്. നീ വായിച്ചില്ലായിരുന്നു? ഞാൻ വായിച്ചില്ലല്ലോ. പത്രം എടുത്തോണ്ടോ പോയി? നീ എന്താ താമസം? ഇവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നേ. അളിയ, പത്രം എടുത്തോ. പത്രം പത്രം എടുത്തിട്ടാ. നീ എന്തിനു എല്ലാത്തിനും പെണ്ണുങ്ങളെ പറയണം? നീ പോയി എടുത്തോണ്ടാ. പോണ്ടാ, പോവാം. രാവിലെ തന്നെ ഇറക്കാൻ തുടങ്ങിയ 500 രൂപ ചില്ലറ അടിക്കാൻ വന്ന. 500 രൂപ നിന്റെ കയ്യിലുണ്ടാടേ. അല്ല, അതെ, എന്തൊരു പോക്ക്. ഒരു വീട്ടിൽ വന്ന രാവിലെ അവനൊരു ചായ കൊടുത്തിട്ട് വിടറേ. ഇങ്ങോട്ട് നോക്ക്. നിന്റെ വീട്ടിൽ വരുമ്പോ നീ ഒരു ചായ ഇട്ടെന്നാ ശരി. നീ എന്നിട്ട് അവന്റെ വീട്ടിൽ വരുമ്പോ എന്റെ അടുത്ത് ചായ കുടിക്കാൻ പറയണത്, അല്ലെങ്കിൽ അവന്റെ അടുത്ത് ഇട്ട് വരാൻ പറയണത്? ചായ അല്ലേ, പിന്നെ രാവിലെ അല്ലേ ഒരു ചായ കുടിക്കാലോ. വേണ്ട എന്താ ഒരു പരാശം? അത്രയൊക്കെ വാരി എന്തിനാ? ഫോൺ എടുത്തില്ലായിരുന്നു. ഫോൺ എടുക്ക്, പോയി ഫോൺ എടുക്ക്. എന്തിനു ജമന്തി, എല്ലാ കാര്യങ്ങൾക്കും അവൻ എടുത്തു കൊടുക്കണം. ഇവൻ മടിയനായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, അളിയന് പോയി എടുക്കാം. ഫോൺ എടുത്തൂടെ? അല്ല, അകത്ത് കയറി തിരിച്ചങ്ങനെ പിന്നെ അവിടെ പെട്ടെന്ന് സമയമായി. എന്തായാലും വിളിച്ചാണ്. ജമന്തി, ജമന്തി, എന്താ ഇത്? കറിയൊക്കെ ആവണുള്ളൂ. അളിയൻ അമ്പിളിക്കുട്ടൻ്റെ എവിടെ പോയതാ? എനിക്ക് അറിയത്തില്ല ക്ലീറ്റോ ചേട്ടാ, അവരെവിടെയോ പോയതാ. അതെ അല്ലേ? വരുമായിരിക്കും അല്ലേ? വരാതെ ഇവിടെ പോനാ വരും. ഊണ് കഴിക്കാൻ വരുമായിരിക്കുമല്ലോ. ഊണ് കഴിക്കാൻ ഇന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. വരത്തില്ലേ? അവർ രണ്ടുപേരും കൂടെ എവിടെയോ പോയിട്ട് താമസിക്കുമെന്ന്, അപ്പൊ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. എന്താ ക്ലീറ്റോ ചേട്ടാ? ഒന്നുമില്ല, അളിയൻ ഇന്ന് തിരിച്ചു വരുമല്ലോ. പിന്നെ വരത്തില്ലേ? എന്താ കാര്യം? എന്താ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചല്ലോ, അളിയനെ കാണാത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് ചോദിച്ചതേ. ഇപ്പൊ കണ്ടതല്ലേ ക്ലീറ്റോ ചേട്ടൻ? കണ്ട്, പക്ഷെ ഞാൻ വേറെ എന്തോ ഒരു കാര്യം ഓർമ്മിച്ചു, അത് പറയാൻ വേണ്ടിട്ടേ. ഒന്നുമില്ല, ഞാൻ വരുമ്പോ കാണാം. ഞാൻ എന്തെങ്കിലും പറയാം? വേണ്ട വേണ്ട വേണ്ട, ഞാൻ അളിയനെ കണ്ടോളാം. അല്ല, അത്യാവശ്യം ഞാൻ ഫോൺ ചെയ്ത് ഒന്നുമില്ല, ഞാൻ കാണാം. നല്ലട കനക, നീ ഇപ്പൊ അമ്പിളിക്കുട്ടന്റെ കൂടെ കൂടെ പോയി? ഇലക്ഷൻ വരെയല്ലേ, ഇനിയിപ്പോ ചൂട് പിടിച്ച പാർട്ടി പ്രവർത്തനങ്ങളല്ലേ. നീ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോവാ? അല്ല, ഞാൻ അവന്റെ പാർട്ടിയുടെ ഒരു അനുഭവമല്ലേ, ഞാൻ യൂണിയൻ മെമ്പർ അല്ലേ. യൂണിയൻ മെമ്പർ വെച്ചാൽ അത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ പോലെ പബ്ലിക്കായിട്ട് ഇറങ്ങി നടക്കാൻ പാടുവോ? ക്ലീറ്റസ് വേറെ പാർട്ടിക്കാരനല്ലേ, അവൻ എന്താ തോന്നുക? അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ പാർട്ടി പ്രവർത്തനത്തിന് പോണത്. അപ്പൊ അവനവന്റെ പാർട്ടി, എനിക്ക് എന്റെ പാർട്ടി. അല്ല, ഞാൻ പറഞ്ഞത് അതല്ല. പിന്നെ ഇപ്പൊ നീ ഇവന്റെ കൂടെ പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കാനും മീറ്റിങ്ങിനും പ്രചരണത്തിനൊന്നും നടക്കണ്ട. രണ്ട് പാർട്ടിക്കാരല്ലേ, ഇത് ഏതോ സിനിമയിലെ കണ്ട പോലെ ഒരേ വീട്ടിൽ തന്നെ രണ്ട് പാർട്ടിക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുകൂടി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ അത് അവനൊരു രാഷ്ട്രീയക്കാരനാ, നീ ഒരു ഇലക്ട്രിസിറ്റി ബോർഡുകാരനാ. ആ ഒരു ചിന്ത ഉണ്ടായിക്കോട്ടെ എന്നാ പറഞ്ഞു. സമാധാനം വേണം കുടുംബത്ത്. അതേട്ടൻ ഇനി അതിനൊന്നും പോവാൻ നിൽക്കണ്ട. ഇതിപ്പം അവൻ എനിക്ക് എന്തോ എനിക്കറിയാലേ, ഒരു ആവശ്യത്തിന് വിളിച്ച അവൻ ഒരു കാര്യത്തിന് വരാത്തവനാണ്. അമ്പിളിക്കൂടെ ഞാൻ ഒരു കാര്യം വിളിച്ച് പറഞ്ഞാൽ അപ്പം അവൻ ചെയ്തിരിക്കും. എന്തിനും എന്റെ കൂടെ നിൽക്കും. അതെന്താ ശരിയാണ്, പിന്നെ ഇവിടെ ഇടിയാവും. എന്തിനാണ് എനിക്ക് എന്റെ ഇതല്ലേ സ്വഭാവം. പിന്നെ അവൻ എന്റെ കൂടെ സഹായത്തിന് നിൽക്കോ? വേറെ പാർട്ടിക്കാരനായിട്ട് നിന്നാ ഈ അവന്റെ കൂടെ നിന്നോക്കി എന്തൊരുമേലെ എന്തൊക്കെ നേടാം. രണ്ടുപേരുടെയും കൂടെ പോകണ്ട, തീർന്നില്ലേ? അതെ, അതന്നാ പിന്നെ നീ നിന്റെ ജോലിയായിട്ട് പോ, അവൻ രാഷ്ട്രീയമായിട്ട് പൊക്കോട്ടെ. അമ്പിളിക്കുട്ടൻ എന്ത് പറയും? അമ്പിളിക്കുട്ടനോട് എനിക്ക് എന്റെ കാര്യങ്ങളുണ്ട്, ഞാൻ രഹസ്യമായിട്ട് വേണ്ടത് പറയണം.
അവൻ അറിയാത്ത എന്ത് കാര്യമാടി? അവനറിയാം ഞാൻ എപ്പോൾ പോകണം, എപ്പോൾ ഓഫീസിൽ പോകണം, ഓഫീസിൽ എന്തൊക്കെ തിരക്കുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ യൂണിയനിൽപ്പെട്ട കുറേ പേരുമായിട്ട് അവന് ബന്ധമില്ലേ? അവരോടൊക്കെ വിളിച്ചു എന്താ കാരണം ഇങ്ങനെ മാറി നിൽക്കുന്നത് ചോദിക്കില്ലേ? ബാക്കി എല്ലാവരും ചേട്ടൻ അറിയാലോ ക്ലീറ്റോ ചേട്ടന്റെ സ്വഭാവം, പിന്നെന്താ കുഴപ്പം? അപ്പം എന്നോട് ചോദിക്കും നിനക്ക് അവനെ പേടിയാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല, അതിപ്പോൾ അവനെ അറിയാം കാര്യങ്ങൾ പറഞ്ഞാൽ. ഞാൻ രഹസ്യമായിട്ടൊക്കെ നിൽക്കുക, പരസ്യമായിട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും കള്ളമൊക്കെ പറയാം. പക്ഷെ എന്തായാലും ഏതെങ്കിലും ഒരു ദിവസമൊക്കെ പോകേണ്ടി വരുന്നല്ലേ? അതാ പറഞ്ഞ അത് ഇവൻ്റെ മുമ്പ് കൂടെ വേണ്ടാന്ന്. അവൻ അറിയുകയും ചെയ്യും. ഇനിയിപ്പോൾ നാളെ അവൻ എൻ്റെ അവൻ്റെ കൂടെ വിളിക്കുമെന്തോ. രാഷ്ട്രീയം ഇതിപ്പോൾ ഇലക്ഷൻ സമയമാണ്. ഇപ്പം ശത്രുതയൊന്നുമില്ല, ആരെ കണ്ടാലും സോപ്പിട്ട് പിടിക്കണ കാലം ഓരോരുത്തർ. രാഷ്ട്രീയക്കാർക്ക് സ്ഥിരമായിട്ടുള്ള ശത്രുതയൊന്നുമില്ലല്ലോ. ഞാൻ അമ്പിളിക്കൂടെ നോട്ട് ചെയ്യാൻ വിളിക്കുമെന്നവൻ അതിനും പഠിക്കൂല. നല്ല ഉറങ്ങിയടി നാളെ ഉറങ്ങി. എന്നാ അതാ കട്ടിലിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് താഴത്തെങ്ങാനും മുഴുവൻ പോയി കിടക്ക്. ശരിയാ. അതെ, ആ ഫാനിന് കുറച്ച് സ്പീഡ് കുറവുണ്ട്. അതൊന്ന് നാളെ നേരെ അയക്കണം. ഉറങ്ങാൻ വരുന്നില്ല, അതാ പറഞ്ഞു. ചൂട് കൂടുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അല്ലടാ, അത് പഴയതാ, ഒന്ന് മാറ്റി. എനിക്കൊരു മറ്റേത് ഈ കാലിൽ വെക്കണ ഒരു ഫാനില്ലേ, അതൊന്ന് വാങ്ങിത്താട്ടാ. ഈ ചീരയൊക്കെ വിൽക്കണ പൈസയൊക്കെ എന്ത് കുഴിച്ചിട്ടാണ്? ഇവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞു. ആ കുഴിച്ചു വെച്ചേക്കും എല്ലാം കൂടെ. അല്ല, പട്ടിയെല്ലാം കഴിച്ചോണേക്കാരും നല്ലത്. ചൂടുള്ള എടുത്തോടി. ഇതെന്താണ് അത്? ജയന്തി, ജയന്തി വന്നേ. ഇതാണ്ട് ഇതിന്റെ ഇടയിൽ അടയുന്നില്ലായിരുന്നു. ഞാൻ അടച്ചപ്പോ പിള്ളേര് കളിച്ച് ഇവിടെ എങ്ങനെ കൊണ്ടിട്ടായിരിക്കും. കൊണ്ട് കളഞ്ഞേക്കാം. അമ്മാവൻ കാണണ്ടേ? അമ്മാവൻ കണ്ടാ പറയാ ഇനിയിപ്പോ ഒന്നുമില്ല. കൂട്ടിട്ട് വന്ന് കടന്നൂടെ? ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ലെന്നേ. കാണിച്ചു കൊടുക്കാം. എന്താ സാധനം നോട്ടെ? അഞ്ചു മണിയാണ്. അല്ലല്ലോ, ഇതെന്തോ ഏലസോ എന്തൊക്കെ ഇതെവിടുന്ന? ഇതെങ്ങനെ ഇവിടെ വന്ന്? ഇത് പിള്ളേരെല്ലാം കളിച്ചപ്പോ വീണായിരിക്കും. പിള്ളേർക്ക് എങ്ങനെയാ അത് കിട്ടണേ? ഈശ്വര, ഇത് ആരോ കൂടോത്രം ചെയ്തിട്ടുള്ളതാണ്, മാട്ടുമാരണം ചെയ്തിട്ടുള്ള സാധനം. അത് കണ്ട പോവാ, പിള്ളേർക്ക് വരെ സ്കൂളിൽ നിന്ന് വല്ലതും കിട്ടിയതായിരിക്കും. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത് കിടക്കണ സ്ഥലം കണ്ടോ നീ? കണ്ടോ? അമ്മാവൻ പറഞ്ഞത് എന്താണ്? എടാ, അത് ഈ സ്ഥലം ഏതാ? അകും പുറമില്ലാത്ത സ്ഥലമാണിത്. ഈ സ്ഥലത്ത് ഇത് കൊടന്നിരണമെങ്കിൽ എന്തോ കൂടോത്രം ചെയ്തതാണിത്. അതെ, അമ്മാവനാണ് ഇല്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു. അന്നൊരു പാമ്പിന്റെ കാര്യം പറഞ്ഞ അവസാനം ഒരു പുല്ലുമില്ല. എടാ, വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം. കണ്ട, ഇത് എന്തോ കൂടോത്രം ചെയ്താണ്. ഇതിപ്പോ ആരുടെ കഴുത്തേക്കിട്ട് ഞങ്ങളുടെ അഴിഞ്ഞു വീണതായിരിക്കും. അല്ലടി, ഇതിപ്പോ ഈ രാജസാറിൽ ഇവിടുത്തെ അയാളാവാനാണ് സാധ്യത. ഇന്ന് രാവിലെയും കൂടി ഇതേ പരതി പോണ പോലെ എനിക്ക് തോന്നി. അയാൾ എപ്പോഴെപ്പോഴും എന്നോട് പറയലുണ്ട് ഇങ്ങനെ, ഈ വീട് ഇങ്ങനെ ചുളിവിലെ കിട്ടുമോന്ന്. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്താണോ എന്ന് എന്റെ സംശയം. അപ്പൊ ചുളിവിലാൻ കൊടുക്കാം, തീർന്നല്ലേ ഭാര്യ? അങ്ങനെയല്ലടാ. പിന്നെ അതെ, നാളെ തന്നെ നമുക്കൊരു ജോത്സ്യനെ പോയി കണ്ടാ അതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ കാര്യം അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ രാവിലെ തന്നെ ഇത് പോയിട്ട് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോക്കോ. ഒരു 100 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 100, അതൊക്കെ പണ്ട്. കാശ് എത്ര കൊടുത്താൽ എന്താ? കുടുംബത്തൊരു ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ പിന്നെ സുഖമായി കടന്നുറങ്ങിക്കൂടെ? നിനക്കാണ് സമയമുണ്ടോ? എനിക്ക് സമയമില്ല നാളെ. എനിക്ക് എന്തായാലും ഓഫീസിൽ പോകണം. അല്ലടാ, ഞാൻ കാര്യമായിട്ടാ പറയുന്നു. ഞാൻ കാര്യമായിട്ടാ. നിനക്ക് സമയമില്ലല്ലോ? എനിക്ക് സമയമില്ല. നിങ്ങൾ ഇങ്ങനെ ഈശ്വരനില്ല വിശ്വാസമില്ല പറഞ്ഞു നടന്നോ? എന്നിട്ട് എന്തെങ്കിലും വരുമ്പോ നെഞ്ഞത്തടിച്ച് നിലവിളിച്ചാൽ ഞാൻ വരില്ല. നിങ്ങൾ വരണ്ട. സമാധാനല്ലേ? വരണ്ട, നിങ്ങൾ വരണ്ട. ഞാൻ തങ്കത്തിന് വിളിച്ചു നോക്കോളാം. കേൾക്കയില്ല, ചുമ്മാ അടച്ചിട്ട് പോവും. ഇതെവിടെ നിന്ന് കിട്ടി? അത് നമ്മുടെ വീടിന്റെ ഈ കോലായില് അങ്ങോട്ട് കയറി ഇറങ്ങണോടത്ത് ഞാൻ നോക്കിയപ്പോ നമ്മുടെ വീട്ടിലാരും ഇത് ഉപയോഗിക്കാറില്ല. അതാ ഇത് ജിന്ന് ജിന്നെന്ന് പറഞ്ഞ വേറെ മതത്തിലുള്ള ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നവരുടെ മൂർത്തി എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. വീട്ടിൽ അന്യമതക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവളുടെ ഭർത്താവ് പ്രേമിച്ച് കെട്ടിയതാണ്, ഒരു ക്രിസ്ത്യാനാണ്. പക്ഷേ എന്റെ ഭർത്താവ് അങ്ങനൊന്നും ചെയ്യില്ല. നിങ്ങളെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല. അയാൾക്കുള്ള പണിയാണ് ഈ പണി. അല്ല, അത് അങ്ങനെ അവനെതിരാണെങ്കിൽ അതെന്തിനാ അപ്പൊ ഈ നമ്മുടെ വീടിന്റെ മുമ്പിൽ വെക്കുന്നത്? ഇവര് താമസിക്കുന്നത് ഈ കിട്ടിയോടത്തല്ല, അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു വീട്ടിലാണ് ഇവര് താമസിക്കുന്നത്. അല്ല,
അല്ല വീട് അപ്പുറം ഇപ്പുറം ആയാലും മാറിപ്പോയി കാണും കൊണ്ടിട്ടവനെ. അല്ല ഇതിപ്പോ എന്റെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ അതെ, വേണ്ടിട്ടേക്കണോ നിങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിക്കേട്ടേക്കണാണ് ഈ സാധനം. ആര്? ഭർത്താവിന് എന്താ പണി? രാഷ്ട്രീയത്തിലാണ്. ഇലക്ഷൻ വരെയല്ലേ, അയാളെ ഒതുക്കാൻ വേണ്ടി ആരോ ചെയ്ത സാധനമാണിത്. ഇതിപ്പോ ആരാ ചെയ്തേ? ഇത് പുള്ളിയുടെ കൂടെയുള്ള ആരോ ചെയ്തതാണ് പുള്ളിയെ ഒതുക്കാൻ. ഇല്ല, ക്ലീറ്റോന്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ആരും ഇല്ല. ഇപ്പൊ ഇവിടെ തന്നെ എത്ര പേര് വരുന്നെന്നറിയാം, കൂടെ നിൽക്കണവനെ ഒതുക്കാൻ വേണ്ടി ചെയ്തു തരാൻ. നമ്മൾ ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഈ ഒതുക്കുക എന്ന് പറയുമ്പോ ഒതുക്കുക എന്ന് പറഞ്ഞാൽ മാനഹാനി, പെണ്ണ് കേസ്, കൈക്കൂലി, മരണം വരെ സംഭവിക്കാം. എന്താ ചെയ്യാ? ഇനിയിപ്പോ അതിനെന്താ നമ്മള് പ്രതിവിധി ചെയ്യാ? പ്രതിവിധിയുണ്ട്, കുറച്ച് കാശാവും. കാശോ? ഓ പിന്നെ ഇത് പ്രതിവിധി ചെയ്യണമെങ്കിൽ കാശാവണ്ടേ, ആള് ജീവിച്ചിരിക്കണ്ടേ. അല്ല അത് വേണല്ലോ. അപ്പൊ അതിന് പൈസ ആയിക്കോട്ടെ. കാശ് എത്രയാവും? ഒരു 20,000 രൂപ. അയ്യോ, ഇതെവിടായിരുന്നു? എവിടെയെങ്കിലും പോണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കടെ. ഫോൺ വെച്ചിട്ട് എന്തിനാണ് അതിലൊന്ന് വിളിച്ചു പറഞ്ഞൂടെ തങ്കം? എന്തോന്ന് ഡാൻസ് കളിക്കണ? ഓ അമ്പലങ്ങൾ, അയ്യോ എനിക്കറിയൂടാ. ഇനി എന്നാണ് ദൈവം അവിടെ നിന്നുകൊണ്ട് നിന്നേക്കാം സകലമാന അമ്പലത്തിലും പോയി ശല്യം ചെയ്ത. എന്തോ എന്തോന്ന് തുപ്പാനോ? വിവാഹ വാർഷികം. ഓ ഇപ്പൊ വാ തുറന്ന. നീ എന്ത് ബായിൽ എന്തായാലും ഇത്ര വർത്താനം പറയാ? ഓ ഇതെവിടായിരുന്നു? ഏതമ്പലത്തിലായിരുന്നു? പറയാം. ഇന്നലെ ഉണ്ടല്ലോ എന്റെ ക്ലീറ്റോ ഒന്നും അറിയണില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് അറിയാവോ ക്ലീറ്റോന്? അതിനു മുമ്പ് ഒരു സംഭവം ഞാൻ പറയാം. ഇവിടെ നടന്ന വലിയൊരു സംഭവം. ഞാൻ നേരത്തെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടടി, ഇവിടെ നിൽക്കുന്ന തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു തേങ്ങ പടക്കോ എന്ന് പറഞ്ഞ് എൻ്റെ തലയുടെ ഇങ്ങനെ തട്ടിയില്ല എന്ന് പറഞ്ഞ് വീണങ്ങ് പോയി. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? എന്ത് തെങ്ങിന് തേങ്ങ വീണേന് എന്ത് കാരണം? കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ രാത്രി അപ്പുറത്ത് ഗ്രില്ലടയ്ക്കാൻ വേണ്ടി നോക്കി, ഗ്രില്ലടയുന്നില്ല. എന്താന്ന് നോക്കിയപ്പോ എന്താ അതിന്റെ ഉള്ളിൽ ആരും കാണാതെ ഇത് ഇത്രയും പോകുന്ന ഒരു ഏലസം കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. എന്നിട്ട് ആരെടുത്ത് കളഞ്ഞു? കളയാനോ? കളയാൻ വെച്ചേക്കണതാ. അതാ സംഗതി പെശകാന്നുള്ളത് അപ്പൊ തന്നെ ജമന്തിയും പറഞ്ഞു, അമ്മാവനും പറഞ്ഞു. ഞങ്ങൾ ഇന്നിപ്പോ അതുകൊണ്ട് ജോൽസിന്റെ അടുത്ത് പോയതാ. ജോൽസിന്റെ അടുത്ത് പോയപ്പോഴല്ലേ ക്ലീറ്റോ അറിയണത് കാര്യങ്ങള്. എന്തോന്ന്? എന്റെ ക്ലീറ്റോനെ തകർക്കാൻ വേണ്ടി ചെയ്തേക്കുന്നത്. അത് മാറിപ്പോയി എന്നാരും പറഞ്ഞത്? ജോത്സ്യൻ പറഞ്ഞ അച്ചട്ട അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്ത് വലിയ കൂടോത്ര ചെയ്തേച്ചെന്നറിയാമോ? ആരാന്നറിയോ? ആരാ ചെയ്തേന്നറിയോ? പേരെടുത്ത് പറഞ്ഞില്ല. ചെയ്തത് നിങ്ങളുടെ പാർട്ടിയിലുള്ള ശത്രുക്കൾ തന്നെ. എന്ത് കളിയാണെന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്നോ, എനിക്കിത് കേട്ടപ്പോ ജോത്സ്യൻ പറഞ്ഞു ആ മനുഷ്യന് കൂടുതലില്ല. അതല്ല, നല്ല കണ്ണുണ്ട്. അതാ ഞാനിപ്പോ മുളക് ഒഴിഞ്ഞിട്ടത്. കണ്ണും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ക്ലീറ്റോന്റെ ആ പ്രവർത്തനം കണ്ടിട്ടേ എനിക്കിത് കേട്ടപ്പോഴത്തേന് ആദ്യമായി. പിന്നെ ഞാനിരുന്ന് കരഞ്ഞ് ഇനിയിപ്പോ എന്താ ഒരു പ്രതിവിധി ജോത്സ്യം പറഞ്ഞു. ഒരു സംഗതി ഇല്ല, ഇത് ചെയ്തേക്കുന്ന കൂടിയ സംഗതിയാന്നാ പറഞ്ഞേ. അങ്ങനെ പിന്നെയും കുറെ നേരം കാവടി നേരത്തെ നോക്കി പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രതിവിധി? പ്രതിവിധി ഉണ്ട്, ഒരു പൂജ നടത്തണം. അതും ചെയ്യിച്ചിട്ടാ ഞാൻ വന്നത്, അറിയാവോ? എവിടെ ചെയ്ത് പൂജ? അവിടെ തന്നെ ചെയ്ത് 10-15,000 രൂപ ക്ലീറ്റോ. 20 പറഞ്ഞത് ഞാൻ, പക്ഷെ 15 ചെയ്യിച്ച്. 15,000 രൂപ പൈസ കൊടുത്താ? നിന്റെ 15,000 രൂപ ഇരിക്കുന്നത്? എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അല്ലെങ്കിലും
ഞാൻ അടുത്ത മാസത്തെ മറ്റേ പെൻഷന്റെ പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു. 5000 രൂപ. ഉം. അതിന് 15000 രൂപയല്ലേ പൂജക്കായത്? ആ ഇത് 5000 ആയി, പിന്നെ 10000 രൂപയ്ക്ക് നീ എന്ത് ചെയ്ത്? മറന്നായിരിക്കും. ക്ലീറ്റ് 2 ദിവസം മുമ്പ് എനിക്കൊരു 10000 രൂപ കൊണ്ട് തന്നില്ലേ, കാർ വിറ്റതിന്റെ ലാഭം. അത് ആ പൈസ എടുത്ത് കൊടുത്താ? എടി, അത് തക്കളിയുടെ ഫീസ് കൊടുക്കാൻ തന്ന പൈസ അല്ലേ? എന്റെ ക്ലീറ്റോ, പൈസ പോണെങ്കിൽ പോട്ടെ, അത് ഇനി ഉണ്ടാക്കും. എന്ന് വെച്ചാൽ എനിക്ക് ക്ലീറ്റോനെ കിട്ടോ ഇനി? ആഹാ.